കിണറിൽ വീണ രണ്ടാമത്തെ ആളെ രക്ഷപ്പെടുത്തിയ കഥയാണ് കേട്ടോ. ആദ്യം നമ്മൾ കയറ്റിയ ആൾ തൊട്ടപ്പുറത്ത് തന്നെ കിടക്കുന്നുണ്ട്. ആദ്യം കുറച്ച് പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും പുള്ളിനെ രക്ഷിക്കാനുള്ള പരിശ്രമം നടത്തിയെങ്കിലും അനക്കമില്ലാത്തതുകൊണ്ട് ഈ കുട്ടി മുങ്ങി താവാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഈ കുട്ടീനെയും രക്ഷിച്ചു. പക്ഷേ ആൾ കുറച്ചും കൂടി ആക്റ്റീവ് ആയിരുന്നുകൊണ്ട് തന്നെ സ്വയം രക്ഷപ്പെട്ട് നടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കിണറിൽ ആ പൈപ്പിൻ്റെ ഹോസിൻ്റെ കയറിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നുകൂടി പരിശ്രമം അതിൽ ഏതൊക്കെ കൽപ്പടവുകൾ ഇളകി നിൽക്കുന്നുണ്ടെന്ന് ശരിക്കും പറയാച്ചെങ്കിൽ ആ സമയത്ത് ഒന്നും നോക്കുകയും ചെയ്തില്ല, അറിയുകയും ചെയ്തില്ല. രണ്ടും കൽപ്പിച്ചിട്ടായിരുന്നു അന്ന് അവിടെ നിന്നിരുന്നതും അതിനെ കയറ്റിയിരുന്നതും ഒക്കെ. അങ്ങനെ ഈ കുഞ്ഞിനെ കയറ്റിയിട്ട് റിലീസ് ചെയ്തു. ആളൊന്നും ഓക്കെയാണ്. അത്രയ്ക്ക് മറ്റേ കുട്ടിയുടെ അത്ര പരിക്കുകളൊന്നും ആന്തരികമായിട്ട് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഒറ്റയ്ക്ക് നടന്നു പോകാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ കാണിച്ചത്. മറ്റുള്ള തൊട്ടപ്പുറത്ത് തന്നെ കിടക്കുന്നുണ്ട്. ആ സമയത്തൊന്നും ഇയാളെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെന്തോ അവിടെ നിന്ന് തുടങ്ങി പുള്ളിക്ക് നമ്മൾ ബ്രീത്തിങ് എൻ്റെ ഒരു ഇതും പിന്നെ CPR പോലെ പ്രസ് ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇയാൾ ഓക്കെ ആയതുകൊണ്ട് റിലീസ് അങ്ങനെ പോയിട്ടോ. ഇപ്പോൾ ഇവർ രണ്ടുപേരും നമ്മൾ പരിസരത്തിനുണ്ട്, ആക്റ്റീവായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എല്ലാ കൂട്ടുകാർക്കും എല്ലാ നന്മകളും വരട്ടെ. ഇനിയും നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ